നിരീശ്വരവാദിയായിരുന്ന ഒരാൾ ഇന്ന് ഒരു രാജ്യത്തിന്റെ നിയുക്ത പ്രസിഡന്റ് ആയിരിക്കുന്നു. അതുമാത്രമല്ല, ആ രാജ്യത്തെ ദൈവിക സംരക്ഷണത്തിന് ബലമേൽപ്പിക്കുന്നതിനായി പ്രത്യേക പ്രാർത്ഥനകൾ ദേവാലയങ്ങളിൽ നടത്തുന്നു. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം, അത് നടന്നിരിക്കുന്നത് കൊളംബിയയിലാണ്. കൊളംബിയയിലെ വിവിധ ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തി പ്രാർത്ഥനാ യജ്ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നിയുക്ത പ്രസിഡന്റ് അബേലാഡോ ഡി ലാ എസ്പ്രിയേലയാണ്. ജൂൺ 26 നിയുക്ത പ്രസിഡന്റ് വിവിധ കത്തോലിക്ക ദേവാലയങ്ങളിലേക്ക് പ്രാർത്ഥനയ്ക്കായി എത്തിത്തുടങ്ങിയത്. കൃതജ്ഞത പ്രകാശിപ്പിക്കാനുള്ള യാത്ര എന്നും മാതൃരാജ്യത്തിനായുള്ള പ്രത്യാശയുടെ തീർത്ഥാടനം എന്നുമാണ് അദ്ദേഹം ഈ യാത്രയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാജ്യത്തിന്റെ പ്രസിദ്ധമായ എൽമോറോ ദേവാലയം സന്ദർശിച്ചപ്പോൾ തന്റെ ജീവിതവും സേവനവും രാജ്യത്തിനെ മുഴുവനും ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ സമർപ്പിച്ചതായി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അവർ ലേഡി ഓഫ് ദി റെമഡീസ് കത്തീഡ്രൽ ദേവാലയം, സുക്രയിലെ മൈനർ ബസിലിക്ക തുടങ്ങിയ ദേവാലയങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി പ്രാർത്ഥിച്ചു എന്നാണ് ഡി ലാ എസ്പ്രിയേല പറയുന്നത്. കൊളംബിയയുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും സുരക്ഷാ സേനയ്ക്കും ഓരോ കൊളംബിയൻ കുടുംബത്തിന്റെയും സംരക്ഷണത്തിനും വേണ്ടി അദ്ദേഹം ദേവാലയങ്ങളിൽ പ്രാർത്ഥന നടത്തി എന്നതാണ് അധികൃതർ അറിയിക്കുന്നത്. ഡിഫൻസ് ഓഫ് ദി ഹോംലാൻഡ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഡി ലാ എസ്പ്രിയേല. ഒരു ജനത അവരുടെ വിധി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും പ്രത്യാശ കണ്ടെത്തുന്നു എന്ന ബോധ്യത്തോടെ സഞ്ചരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. 6 വർഷം മുൻപ് വരെ നിരീശ്വരവാദിയായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. താനുമായി ഏറെ അടുപ്പമുള്ള ഒരു വ്യക്തിയുടെ ആകസ്മിക മരണമാണ് അദ്ദേഹത്തെ ദൈവത്തെ കണ്ടുമുട്ടുന്നതിലേക്ക് നയിച്ചത്.